പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി എറണാകുളം കോമ്പാറയിൽ നിന്നും ഫയാസ് ദാവൂദിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ +2 കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥിയാണ്. 2021-22 അധ്യയന വർഷത്തിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കെ കൊറോണ കാലഘട്ടം കാരണം നീട്ടിവെച്ച 2020-21 അധ്യയന വർഷത്തിലെ USS സ്കോളർഷിപ്പിനുള്ള പരീക്ഷ 2021-22 അധ്യയന വർഷത്തിലാണ് നടന്നത്. ആ പരീക്ഷ ഞാൻ എഴുതുകയും പാസ്സാവുകയും ചെയ്തിരുന്നു. കൂടാതെ 2021-22 അധ്യയന വർഷത്തിൽ NMMS എക്സാമും ഞാൻ എഴുതിയതാണ്. ഈ 2 സ്കോളർഷിപ്പുകൾക്കും ഞാൻ അർഹനാവുകയും ചെയ്തു. USS സ്കോളർഷിപ്പ് തുക നാളിതുവരെയായിട്ടും എനിക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ NMMS പരീക്ഷയുടെ ആദ്യ ഗഡു ബാങ്ക് അക്കൗണ്ട് ഡീആക്റ്റീവ് ആണ് എന്ന പേരിൽ നിരസിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആക്കുകയും ചെയ്തു. തുടർന്ന് ആദ്യ ഗഡു ഒഴികെ ബാക്കിയുള്ള 3 ഗഡുക്കളും എനിക്ക് ലഭിക്കുകയും ചെയ്തു. എനിക്ക് ലഭിക്കേണ്ട USS സ്കോളർഷിപ്പ് തുകയും NMMS സ്കോളർഷിപ്പിന്റെ ആദ്യ ഗഡുവും ലഭിക്കുന്നതിന് സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? USS സ്കോളർഷിപ്പ് തുകയും NMMS സ്കോളർഷിപ്പിന്റെ ആദ്യ ഗഡു തുകയും ലഭിച്ചില്ല എന്ന പരാതിക്കാരന്റെ പരാതി നിയമവേദി എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ ഓഫീസിൽ അന്വേഷിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നിയമവേദിക്ക് നൽകിയ മറുപടി പ്രകാരമാണ്. USS സ്കോളർഷിപ്പിന് അർഹത നേടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികളുടെ പേരുകൾ USS സ്കോളർഷിപ്പ് പോർട്ടലിൽ ചേർക്കുന്നത് അതത് സ്കൂളുകളാണ്. അത്തരത്തിൽ പോർട്ടലിൽ പേര് വന്നവർക്ക് സ്കോളർഷിപ്പ് തുക നൽകിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഫണ്ട് വരുന്ന മുറയ്ക്ക് ആ തുക നൽകുന്നതാണ്. പോർട്ടലിൽ പേരുള്ള എല്ലാവർക്കും തുക തീർച്ചയായും ലഭിക്കും. ആയതിനാൽ പരാതിക്കാരനും തുക ലഭിക്കും എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിയമവേദിയെ അറിയിച്ചത്. ഇനി NMMS സ്കോളർഷിപ്പ് തുക കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടാണ് വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നത്. ആദ്യ ഗഡു അയച്ച സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡീആക്റ്റീവ് ആയിരുന്നു എന്ന് കത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ തുക തിരിച്ചു പോവുകയോ ലാപ്സ് ആവുകയോ ചെയ്തിട്ടുണ്ടാവും. ഇക്കാര്യത്തിൽ പരാതിക്കാരന് ഇനി ചെയ്യാൻ കഴിയുന്നത് സ്കൂളിന് ഒരു പരാതി നൽകിയാൽ ആ പരാതി എഡ്യൂക്കേഷണൽ ഓഫീസിന് കൈമാറിയാൽ ഇക്കാര്യം ആ ഓഫീസുകളിൽ നിന്ന് അതിൻ്റെ ഹെഡ് ഓഫീസിൽ അന്വേഷിക്കാൻ സാധിക്കും. ആദ്യ ഗഡുവിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് അറിയാനും സാധിക്കും. അതായത് ആ തുക കിട്ടാൻ സാധ്യതയുണ്ടോ അതോ ലാപ്സായോ എന്നൊക്കെ DO ഓഫീസിന് നേരിട്ട് വിദ്യാർത്ഥിക്ക് പരാതി കൊടുക്കാനും സാധിക്കും എന്നാണ് നിയമവേദിക്ക് ലഭിച്ച മറുപടി. അടുത്ത പരാതി കൂത്താട്ടുകുളത്ത് നിന്നുള്ള പൊന്നമ്മ CK ആണ് പരാതിക്കാരി. പരാതി നോക്കാം. ഞാൻ കൂത്താട്ടുകുളത്തെ സ്ഥിര താമസക്കാരിയാണ്. അച്ഛനും അമ്മയും എനിക്ക് 3 സെന്റ് സ്ഥലം തന്നിരുന്നു. അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഭർത്താവായിരുന്ന വ്യക്തിക്ക് 1.5 സെന്റ് സ്ഥലം ദാനമായി നൽകിയിരുന്നു. ഭൂമി കൊടുത്തു കഴിഞ്ഞ് ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാറി താമസിച്ചു. ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ അദ്ദേഹത്തിന്റെ 3ാമത്തെ ഭാര്യയാണ് എന്ന്. ഞാൻ കൊടുത്ത 1.5 സെന്റ് സ്ഥലം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വ്യക്തി എന്നും എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് 2023 ഞാനൊരു പരാതി കളക്ടറേറ്റിൽ കൊടുത്തിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. തുടർന്ന് MLAക്ക് പരാതി കൊടുത്തിരുന്നു. MLA കളക്ടറേറ്റിലേക്ക് വിളിച്ചു പറയാമെന്നും വില്ലേജിൽ നിന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഞാൻ നിരവധി തവണ കളക്ടറേറ്റിൽ പോകാറുണ്ട്. എന്നാൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവർ എന്നെ പറഞ്ഞയക്കുകയാണ് പതിവ്. ഇപ്പോഴെനിക്ക് 60 വയസ്സുണ്ട്. ആയതിനാൽ ഇക്കാര്യത്തിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ. അപേക്ഷ കൊണ്ട് കാണുന്നത് നിങ്ങളുടെ 3 സെന്റ് സ്ഥലം നിങ്ങളുടെ പരമ്പരാഗതമായ നിങ്ങൾക്ക് സ്വത്തവകാശമായി ലഭിച്ച 3 സെന്റ് സ്ഥലത്തിൽ നിന്ന് നിങ്ങളോടൊപ്പം താമസിച്ച ആള് അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്ത് താമസിച്ച ആളായാലും നിങ്ങളോടൊപ്പം ചേർന്ന് കുടുംബ ബന്ധം പുലർത്തി താമസിച്ച ആളായാലും നിങ്ങൾ ദാനാധാരമായി കൊടുത്തിട്ടുള്ള വസ്തുവകളാണെന്ന് മനസ്സിലാകുന്നു. ദാനാധാരമായി കൊടുത്തിട്ടുള്ള വസ്തുവകൾ ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഭർത്താവ് എന്നുള്ള പരിഗണനയിലോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒത്തൊരുമിച്ച് കുടുംബ ബന്ധം പുലർത്തി താമസിച്ച് വന്നിരുന്ന ആള് എന്ന നിലയിലോ നിങ്ങൾ ദാനാധാരമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാൾ തന്നെയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആധാരം റദ്ദ് ചെയ്യാൻ നിങ്ങൾ 60 വയസ്സിന് മുൻപാണ് ഈ ആധാരം ദാനാധാരം ചെയ്ത് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് കളക്ടറേറ്റിലോ RDO കോടതിയിലല്ല നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. നിങ്ങൾ പകരം നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തുള്ള ഒരു സിവിൽ കോടതിയെ സമീപിച്ച് ആ ദാനാധാരം റദ്ദ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. ആ റദ്ദ് ചെയ്യുമ്പോൾ നിങ്ങൾ
പറയേണ്ടത് നിങ്ങളുടെ നിർബന്ധിച്ച് നിങ്ങളുടെ സ്വത്തവകാശം തട്ടിയെടുക്കുന്നതിലോട്ട് വേണ്ടി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒത്തൊരുമിച്ച് ജീവിച്ചു കൊള്ളാം, നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വാഗ്ദാനത്തിലാണ് നിങ്ങൾ ദാനാധാരം ചെയ്തതെന്നും അങ്ങനെ ആ ദാനാധാരത്തിന്റെ വിരുദ്ധമായി ഇപ്പോൾ അവർ നിങ്ങളെ സഹായിക്കുന്നില്ല എന്നും നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്നും അദ്ദേഹം തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്നു എന്നും രേഖപ്പെടുത്തി നിങ്ങൾ വ്യക്തമായി അവിടെ ഒരു സിവിൽ കേസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനെ കണ്ട് നിങ്ങൾ ഈ ആധാരത്തിന്റെ പകർപ്പുകളും എല്ലാം കൊടുത്താൽ നിങ്ങൾക്ക് ഈ ആധാരം സിവിൽ കോടതിയുടെ നടപടികളുടെ ഭാഗമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അത് റദ്ദ് ചെയ്ത് കിട്ടും. പകരം നിങ്ങൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ ആധാരം ചെയ്യുന്ന അവസരത്തിൽ ദാനാധാരം ചെയ്യുന്ന അവസരത്തിൽ 60 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് RDO കോടതിയിൽ സമീപിച്ചാലാണ് നിങ്ങൾക്ക് റദ്ദ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കളക്ടറേറ്റിൽ കൊടുത്ത അപേക്ഷ നിയമസാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് അവര് അതിന് ഒരു നടപടിയും സ്വീകരിക്കാതെ ഇരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ അപേക്ഷ കൊണ്ട് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അത് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ശാരീരിക ഉപദ്രവമോ മാനസിക ഉപദ്രവമോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ഗാർഹിക പീഡന നിയമപ്രകാരം നിങ്ങൾ താമസിക്കുന്ന വീടിനടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ഗാർഹിക പീഡന നിരോധന ഉത്തരവ് പ്രകാരം അദ്ദേഹം നിങ്ങളുടെ കോമ്പൗണ്ടിൽ കയറരുതെന്നും നിങ്ങളെ ഉപദ്രവിക്കരുതെന്നും എന്ന് പറഞ്ഞ് വ്യക്തമായി നിങ്ങൾക്ക് ഒരു പോലീസിന്റെ ഉത്തരവ് നിങ്ങൾ വാങ്ങേണ്ടതാണ്. അങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വ്യക്തമായി, അതിന് കൂടാതെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് അദ്ദേഹത്തിൽ നിന്ന് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഉത്തരവ് ലഭിക്കാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപരിഹാരം ഉൾപ്പെടെ നിങ്ങൾക്ക് ചെലവിന് പണം കിട്ടും. ഗാർഹിക പീഡന നിയമപ്രകാരം ഒത്തൊരുമിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരു ദിവസമെങ്കിലും ഗാർഹിക ബന്ധം പുലർത്തി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവിത ചെലവുകൾക്കായി പണം ലഭിക്കുന്നതിനും കോടതിയെ സമീപിക്കാം, മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം, നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാം, വസ്തുവകൾ റദ്ദാക്കി കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാം. അതിന് നിങ്ങൾ സിവിൽ കോടതിയെയാണ് സമീപിക്കേണ്ടത്. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾക്ക് നിത്യജീവിത ചെലവുകൾക്കുള്ള പണവും നിങ്ങളുടെ സംരക്ഷണവും, നിങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറരുതെന്നും നിങ്ങളെ ശാരീരികവും മാനസികമായി ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞും നിങ്ങൾക്ക് ഒരു നിരോധന ഉത്തരവ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയും എന്നാണ് കത്തുകൊണ്ട് മനസ്സിലാവുന്നത്. എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതാത് സമീപത്തുള്ള പ്രദേശത്തുള്ള കോടതി സമുച്ചയത്തിൽ തന്നെ ഒരു സൗജന്യ നിയമ സേവനം ലഭിക്കുന്നതിലോട്ട് വേണ്ടിയിട്ടുള്ള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസ് എല്ലാ കോടതി സമുച്ചയത്തിലും ഉണ്ടാവും. അവിടെ നിങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ച് നിങ്ങൾ ഒരു അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് സൗജന്യ സേവനത്തിനായി ഒരു സീനിയർ അഭിഭാഷകനെ വെച്ച് തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യ സേവനമായി ഒരു അഭിഭാഷകനെ ലഭിക്കും. അവിടെയും നിങ്ങൾക്ക് യാതൊരു പണം മുടക്കില്ലാതെ അത്യാവശ്യം ചെലവുകൾക്ക് വേണ്ടിയുള്ള പണം മാത്രമേ അവർക്ക് കൊടുക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. മറ്റ് അഭിഭാഷകർ ചാർജ് ചെയ്യുന്ന പോലെ വലിയ ഫീസുകളൊന്നും കൊടുക്കാതെ തന്നെ സർക്കാർ സേവനത്തിൽ നിങ്ങൾക്ക് അതിന്റെ സൗജന്യ സേവനം ലഭിക്കുന്നതിലോട്ട് വേണ്ടിയുള്ള ഒരു നടപടിക്രമവും നിങ്ങൾക്ക് ഉള്ളതാണ്. വ്യക്തിയുടെ സ്വകാര്യതാ അവകാശം ജസ്റ്റിസ് പുട്ടസ്വാമി കേസിന്റെ വെളിച്ചത്തിൽ അഡ്വക്കേറ്റ് ബിജോയ് കെ ഏലിയാസ് സംസാരിക്കുന്നു. സ്വകാര്യതാ അവകാശം, റൈറ്റ് ടു പ്രൈവസി, ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സ്വകാര്യതാവകാശം എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സ്വകാര്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ അന്തസ്സ്, സ്വാതന്ത്ര്യം, അയാളുടെ അസ്തിത്വം എന്നിവയെ നേരിട്ട് ബാധിക്കുന്ന ഒരു അടിസ്ഥാന അവകാശമാണ് സ്വകാര്യത. സ്വകാര്യത ഒരു കേവലം ആശയം മാത്രമല്ല. സ്വകാര്യത എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ചില മേഖലകൾ അവൻ്റെ ഇഷ്ടാനുസരണം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നതിനുള്ള ഒരു അവകാശമാണ്. സ്റ്റേറ്റിനും സമൂഹത്തിനും എത്രമാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടാം എന്നതിനുള്ള ഒരു പരിധിയാണ് യഥാർത്ഥത്തിൽ ഈ സ്വകാര്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, എൻ്റെ ഫോൺ സംഭാഷണം, എൻ്റെ മെഡിക്കൽ രേഖകൾ, എൻ്റെ ഭക്ഷണശീലം, എൻ്റെ ലൈംഗിക അഭിരുചികൾ, എൻ്റെ വിശ്വാസങ്ങൾ, ഇവയെല്ലാം എൻ്റെ സ്വകാര്യ മേഖലയാണ്. എല്ലാവർക്കും അത് അന്വേഷിക്കുന്നതിനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനോ അത് പബ്ലിഷ് ചെയ്യുന്നതിനോ ഉള്ള അനുവാദമില്ല. അത് വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. പുട്ടസ്വാമി കേസിന് മുമ്പ് നിലനിന്നിരുന്ന നിയമസ്ഥിതി വ്യത്യസ്തമായിരുന്നു. 1954 MP ശർമ്മ കേസിലും അതുപോലെ തന്നെ 1962 ഖാരക് സിംഗ് കേസിലും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചുകൾ തീരുമാനിച്ചിരുന്നത് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിന് വേണ്ട സാമൂഹിക അംഗീകാരം സ്വകാര്യതയ്ക്ക് നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് ജസ്റ്റിസ് പുട്ടസ്വാമി സ്വകാര്യതാ അവകാശത്തെ സംബന്ധിച്ച് പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആധാർ പദ്ധതിയുടെ ഭരണഘടനാപരമായ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്നു. ആധാർ പദ്ധതിയുടെ ഭാഗമായി
ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നത് സ്വകാര്യതാവകാശത്തെ ലംഘിക്കുന്നതല്ലേ എന്നതായിരുന്നു ജസ്റ്റിസ് പുട്ടസ്വാമി ഉയർത്തിയ നിയമപരമായ ചോദ്യം. 9 ജഡ്ജിമാരടങ്ങിയ ഭരണഘടനാ ബെഞ്ച് ഈ ഒരു കാര്യത്തെ നിശ്ചയിക്കുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെടുകയുണ്ടായി. സുപ്രീം കോടതിയുടെ ഏകകണ്ഠമായ വിധി സ്വകാര്യത എന്നത് ആർട്ടിക്കിൾ 21 ഭാഗമായി ഒരു അടിസ്ഥാന അവകാശമാണ് എന്നതാണ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, പേഴ്സണൽ ലിബർട്ടി എന്നിവയെക്കുറിച്ച് നിർവചിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് 2017 പുട്ടസ്വാമി കേസിൽ വളരെ കൃത്യമായിട്ട് വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വകാര്യത എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ, മൗലിക അവകാശത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ MP ശർമ്മ കേസും ഖാരക് സിംഗ് കേസുകളും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഓവർ റൂൾ ചെയ്തു, അവർ റദ്ദാക്കി. ഇപ്പോൾ സ്വകാര്യത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും എന്ന ഭരണഘടനാപരമായ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ്. ഈ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും സ്വകാര്യതയില്ലാതെ ഒരിക്കലും നിലനിൽക്കില്ല. അതുപോലെ തന്നെയാണ് സമത്വവും സ്വാതന്ത്ര്യവും. വ്യക്തിയുടെ സ്വകാര്യതയെ മാനിച്ചില്ലെങ്കിൽ ഈ 2 മൗലിക അവകാശങ്ങളും അർത്ഥമില്ലാതെയാവും. അപ്പോൾ പ്രൈവസി ഇല്ലാതെ യഥാർത്ഥത്തിൽ മൗലിക അവകാശങ്ങൾക്ക് നിലനിൽപ്പില്ല. മനുഷ്യന്റെ അന്തസ്സിനാണ് പ്രാധാന്യം നൽകേണ്ടത്. കോടതി വളരെ ശക്തമായിട്ട് ഈ കേസിൽ പറയുകയുണ്ടായി, പ്രൈവസി ഈസ് ഇൻട്രിൻസിക് ടു ഹ്യൂമൻ ഡിഗ്നിറ്റി. ഉദാഹരണത്തിന് ഒരാളുടെ HIV സ്റ്റാറ്റസ് അയാളുടെ അനുവാദമില്ലാതെ പുറത്തുവിടാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല എന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഗർഭധാരണ തീരുമാനം, അത് ആ സ്ത്രീയുടെ മാത്രം തീരുമാനമാണ്, അത് അവരുടെ സ്വകാര്യതയാണ്. ഇവയൊന്നും ജനങ്ങൾക്ക് പൊതുവിൽ ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന് കടന്നു കയറി അതിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല. സ്വകാര്യതയെ സംബന്ധിച്ചിടത്തോളം അത് 3 തലങ്ങളിലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ശരീര സ്വകാര്യത, ബോഡിലി പ്രൈവസി. പോസ്റ്റ് മെഡിക്കൽ ടെസ്റ്റുകളൊന്നും പറ്റത്തില്ല. നാർക്കോ അനാലിസിസ്, DNA കളക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ എടുക്കാൻ സാധിക്കില്ല. കൺസെന്റ് ഇല്ലാതെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തരുതെന്നാണ്. അത് പ്രൈവസിയുടെ വയലേഷനാണ്. പിന്നെ വിവര സ്വകാര്യത, ഇൻഫർമേഷണൽ പ്രൈവസി, ആധാർ ഡാറ്റ, ബാങ്ക് ഡീറ്റെയിൽസ്, മൊബൈൽ ഡാറ്റ, സോഷ്യൽ മീഡിയ ഡാറ്റ, ഇതൊക്കെ വ്യക്തിഗതമാണ്, വ്യക്തിയുടെ സ്വകാര്യതകളാണ്. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ആധാർ വിവരങ്ങളോ ബാങ്ക് വിവരങ്ങളോ മൊബൈൽ ഡാറ്റയോ ഒന്നും പബ്ലിഷ് ചെയ്യാനായിട്ട് പാടില്ല. പലപ്പോഴും നമ്മൾ പല മാധ്യമങ്ങളിലും വാർത്തകൾക്കിടയിലൊക്കെ ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അത് ശരിയല്ല, അത് സ്വകാര്യതയുടെ ലംഘനമാണ്. സർക്കാർ അല്ലെങ്കിൽ ഒരു സ്വകാര്യ കമ്പനി നമ്മുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഡാറ്റ ദുരുപയോഗം ചെയ്യുന്നത് അത് തടയപ്പെടേണ്ടതാണ്. പിന്നീട് 3ാമത്തേത് തീരുമാന സ്വാതന്ത്ര്യം, ഡിസിഷണൽ ഓട്ടോണമി എന്ന് പറയും. വിവാഹം, ലൈംഗിക പങ്കാളി, ഭക്ഷണശീലം, വിശ്വാസങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പ്രാധാന്യം നൽകേണ്ടത് വ്യക്തിയുടെ സ്വകാര്യതയ്ക്കാണ്. ഒരു വ്യക്തി വിവാഹം കഴിക്കേണ്ടത് അയാളുടെ സ്വകാര്യ തീരുമാനമാണ്. ഒരു വ്യക്തിയുടെ ലൈംഗിക പങ്കാളി ആരായിരിക്കണം എന്നുള്ളതും ആ വ്യക്തിയുടെ സ്വകാര്യ തീരുമാനമാണ്. ഒരു വ്യക്തി എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട, എന്തിൽ വിശ്വസിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തിഗതമായ സ്വകാര്യതകളാണ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാനായിട്ട് സാധ്യമല്ല. സംവിധാനത്തിന് പോലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ സെയിം സെക്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ്. ഇപ്പോൾ സമൂഹം പറയുകയാണ് അത് ധാർമ്മികതയ്ക്ക് എതിരാണെന്ന് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം കൂടെ പബ്ലിഷ് ചെയ്യാനോ സാധിക്കില്ല. സ്വകാര്യതയിൽ കടന്നു കയറുന്നതിന് സ്റ്റേറ്റിനും പരിധിയുണ്ട്, മനുഷ്യർക്കും പരിധിയുണ്ട്, സമൂഹത്തിനും പരിധിയുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ സ്റ്റേറ്റിന് സ്വകാര്യതയിൽ ഇടപെടാം. അത് നിയമപരമായ ഒരു അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ സ്വകാര്യതയിൽ ഇടപെടാൻ സാധിക്കും. ഒരു ലെജിറ്റിമേറ്റ് സ്റ്റേറ്റ് എയിം ഉണ്ടായിരിക്കണം, ഒരു സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. മാത്രമല്ല അവിടെ ഒരു പ്രൊപ്പോർഷനാലിറ്റി ഉണ്ടായിരിക്കണം. കാരണം എത്ര സാഹചര്യത്തിൽ എത്രത്തോളം സ്വകാര്യതയിലേക്ക് കടന്നു കയറാമെന്ന് സ്റ്റേറ്റ് കൃത്യമായിട്ട് തീരുമാനിച്ച് നിർവചിച്ചു വെച്ചിരിക്കണം. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്റ്റേറ്റിന് വേണമെങ്കിൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ അന്വേഷണ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു തീവ്രവാദപരമായ ഒരു കേസിനെ സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്തുമ്പോൾ ഇതെൻ്റെ സ്വകാര്യതയെ ഹനിക്കുന്നതാണെന്ന് കുറ്റാരോപിതന് പറഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ദേശ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആധുനിക സാഹചര്യങ്ങളിൽ സ്വകാര്യത എന്ന് പറയുന്നത് വളരെ കൃത്യമായി മാനിക്കപ്പെടേണ്ട ഒരവകാശമാണ്. സോഷ്യൽ മീഡിയ, വാട്സപ്പ് ചാറ്റ്സ്, ഫേസ്ബുക്ക് പോസ്റ്റ്, പ്രത്യേകിച്ച് സ്വയം പങ്കുവച്ച വിവരങ്ങളാണെങ്കിൽ തന്നെയും അത് ആർക്കും ഏത് സമയവും എടുത്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഭരണഘടനാപരമായ മൗലിക അവകാശത്തിൻ്റെ ലംഘനമാണ്. CCTV സർവൈലൻസ്. ഇപ്പോൾ ഒരാളെ സംശയമുണ്ടെന്ന് കരുതി അയാളുടെ വീട്ടിലേക്ക് കാണത്തക്ക രീതിയിൽ ഒരു CC ക്യാമറ സ്ഥാപിക്കാൻ പറ്റില്ല. അയാളെ എപ്പോഴും
നിരീക്ഷിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കേസിന്റെ ഭാഗമായിട്ട് ഒരു CCTV ദൃശ്യങ്ങൾ വേണമെങ്കിൽ പരിശോധിക്കാം. പക്ഷെ ഒരാളെ എപ്പോഴും നിരീക്ഷണത്തിൽ നിർത്തത്തക്ക രീതിയിലുള്ള CCTV ക്യാമറ സ്ഥാപനം എന്ന് പറയുന്നതും തെറ്റാണ്. അത് മൗലികാവകാശത്തിന് എതിരാണ്. പലപ്പോഴും ഈ ഫോണുകളിലും പുതിയ ഇലക്ട്രോണിക് ഡിവൈസസിലും ഒക്കെ ഉള്ള AI, ഈ ഫിംഗർ പ്രിന്റ്, അതുപോലെ ഫേഷ്യൽ റെക്കഗ്നീഷൻ, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വാസ്തവത്തിൽ അത് സ്വകാര്യതയെ ലംഘിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സ്വകാര്യ വിവരങ്ങളായ ഫിംഗർ പ്രിന്റും ഫേഷ്യൽ ഡിസ്ക്രിപ്ഷനും എല്ലാം കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതായാലും പുട്ടസ്വാമി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിയമത്തിന്റെ മേഖലയിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പണ്ട് സെക്ഷൻ 377 അൺനാച്ചുറൽ സെക്സ് എന്ന് പറഞ്ഞ് പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്നൊക്കെ നിർവചിച്ച് അതിനെ ഒരു കുറ്റകൃത്യമായിട്ട് ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പ് ഉണ്ടായിരുന്നു. ആ വകുപ്പെല്ലാം തുടർന്ന് റദ്ദാക്കുകയാണ് ചെയ്തത്. കാരണം അത് വ്യക്തിയുടെ ലൈംഗിക താല്പര്യങ്ങൾ, അത് അയാളുടെ സ്വകാര്യതയാണെന്നാണ് പറയുന്നത്. അവിടെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതിൽ ഇടപെട്ട വ്യക്തിക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ സമൂഹത്തിന് അതൊരു തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അവരെ അത്തരത്തിൽ ഇടപെടുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. പിന്നെ അഡൽട്ടറിയും ഒരു കാലഘട്ടം വരെയും നമ്മുടെ നാട്ടിൽ അതൊരു കുറ്റകൃത്യമായിരുന്നു. അഡൽട്ടറി എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തെ ഒരു ക്രിമിനൽ കുറ്റം അല്ലാതാക്കി മാറ്റുകയാണ് സ്വകാര്യതയുടെ നിർവചനത്തിൽ കൂടി ചെയ്തിട്ടുള്ളത്. എന്നാൽ വിവാഹം എന്ന സ്ഥാപനത്തിനെതിരായ ഒരു നടപടി ആയതുകൊണ്ട് വിവാഹമോചനത്തിന് അഡൽട്ടറി അല്ലെങ്കിൽ വ്യഭിചാരം ഒരു കാരണമാണ്. എന്നാൽ അതൊരു ക്രിമിനൽ കുറ്റമല്ല. ഏതായാലും സ്വകാര്യത എന്ന് പറയുന്നത് എല്ലാം ഒളിപ്പിക്കാനുള്ള ഒരു അവകാശമല്ല, എന്നാൽ സ്വയം ആകാനുള്ള ഒരു അവകാശമാണ്. സ്റ്റേറ്റ് ശക്തമായിരിക്കണം, അതോടൊപ്പം തന്നെ വ്യക്തിയുടെ അന്തസ്സും വളരെ ശക്തമായിരിക്കണം. വ്യക്തിയുടെ അന്തസ്സിനെ തകർക്കുന്നത്ര ശക്തമാകരുത് സ്റ്റേറ്റിന്റെ ഇടപെടലുകൾ. ഏതായാലും ജസ്റ്റിസ് പുട്ടസ്വാമി കേസിലെ വിധി ഇന്ത്യൻ ഭരണഘടനയെ കൂടുതൽ മനുഷ്യ സൗഹൃദമാക്കുകയും അതിനെ വ്യക്തി കേന്ദ്രീകൃതമാക്കുകയും ഭാവിയിലേക്കുള്ള മനുഷ്യന്റെ അന്തസ്സിനെയും സ്വാതന്ത്ര്യത്തെയും ഒരു പരിധിവരെ സംരക്ഷിക്കുവാനുള്ള വഴി തുറക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊട്ടക്ട്സ് പ്രൈവസി അൾട്ടിമേറ്റ്ലി പ്രൊട്ടക്ട്സ് ഡെമോക്രസി. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.